ലോകമെല്ലാം ട്രംപിന്റെ താരിഫിനെ കുറിച്ച് വളരെ കൂലങ്കക്ഷമായി ചർച്ച ചെയ്തപ്പോൾ മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യ അബ്ദുളിനെ ടൈറ്റ് ആക്കിയിരിക്കുന്നു. ആഹ്ലാദിപ്പിൻ, അർമാദിപ്പിൻ, ആർത്ത് അട്ടഹസിപ്പിൻ. ട്രംപ് ഇന്ത്യക്കെതിരെ കനത്ത നികുതി ചുമത്തിയ ദിവസം പാതിരാത്രി വരെ ഇരുന്ന് പാർലമെന്റിൽ വഖഫ് ബിൽ പാസാക്കിയിരിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ലാത്ത, ഇന്ത്യയുടെ പുരോഗതിക്ക് ഒരു സംഭാവനയും നൽകാൻ പോകുന്നില്ലാത്ത വഖഫ് ബില്ലിനെ കുറിച്ചാണ് മോദിയും കൂട്ടരും ഏപ്രിൽ 2-ാം തീയതി പാതിരാത്രി വരെ ഇരുന്ന് പാർലമെന്റിൽ ചർച്ച ചെയ്തത്. അവസാനം വോട്ടെടുപ്പ് നടന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ഭരണകക്ഷി അംഗങ്ങൾ എല്ലാവരും ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഉൾപ്പെടെയുള്ളവർ ഈ ബില്ലിന് എതിരായി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ സ്പീക്കർ ഓം ബിർള ഈ വോട്ടെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതാണ് ഇത്. माननीय सदस्यगण, शुद्धि के अद्यतन मत विभाजन का परिणाम इस प्रकार है। पक्ष में 288, विपक्ष में 232। प्रस्ताव स्वीकृत हुआ और विधेयक यथा संशोधित पारित हुआ। 288 പേർ അനുകൂലിച്ചപ്പോൾ 232 പേർ എതിർത്തു. അങ്ങനെ ഈ ബിൽ പാസായി. ഒരാഴ്ച മുൻപ് വരെ മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞു നടന്നിരുന്ന ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും അവസാന നിമിഷം മലക്കം മറിഞ്ഞ് ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഇതോടെ നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ അന്ത്യം കുറിച്ചിരിക്കുകയാണ് എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇന്ത്യയിലെ മന്ദഭക്തർക്കെല്ലാം വളരെ സന്തോഷമായിരിക്കുന്നു. കാരണം അബ്ദുളിനെ ടൈറ്റാക്കാനുള്ള ബില്ല് മോദി പാസാക്കിയിരിക്കുന്നു. പട്ടിണി കിടന്നാലും തൊഴിലില്ലെങ്കിലും രാജ്യം നശിച്ചാലും അബ്ദുൾ ടൈറ്റ് ആണെങ്കിൽ അവർക്ക് വലിയ ഒരു നിർവൃതിയാണ് ലഭിക്കുക. കഴിഞ്ഞ 10 വർഷങ്ങളിൽ മോദി സർക്കാരിന്റെ പ്രയോറിറ്റികളെല്ലാം എങ്ങനെ അബ്ദുളിനെ ടൈറ്റ് ആക്കാം എന്നുള്ളതായിരുന്നു. അത് ആർട്ടിക്കിൾ 370 ആയാലും CAA ആയാലും ഇപ്പോഴത്തെ വഖഫ് ബിൽ ആയാലും രാജ്യത്തിന് യാതൊരു ഗുണവുമില്ലാത്ത മുസ്ലിങ്ങളെ ഒതുക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഈ ബില്ലിനെ എതിർത്ത് സംസാരിച്ചത് വിവിധ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഇവിടെ കോൺഗ്രസിൽ നിന്നും ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഹിന്ദുവായ ഗൗരവ് ഗഗോയ്, മുസ്ലിമായ ഇമ്രാൻ മസൂദ്, സിഖുകാരനായ കോൺഗ്രസിന്റെ MP, ക്രൈസ്തവനായ എറണാകുളത്തു നിന്നുള്ള MP ഹൈബി ഈഡൻ. അങ്ങനെ മതസൗഹാർദ്ദത്തിന്റെ വലിയ ഒരു ഉദാഹരണമാണ് ഈ ബില്ലിനെ എതിർത്തുകൊണ്ടുള്ള ഇവരുടെ പ്രതിഷേധം. അതുപോലെ രാജ്യസഭയിലും ഈ ബില്ല് 95-നെതിരെ 128 വോട്ടുകൾക്ക് പാസായി. ഇവിടെയും പ്രതിപക്ഷത്തിന് മികച്ച നമ്പരായ 95 വോട്ടുകൾ ഈ ബില്ലിനെതിരെ ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. അവസാന നിമിഷം ബിജു ജനതാദളിന്റെ MP-മാരെ സ്വാധീനിച്ച് അവരുടെ വോട്ടുകളും നോൺ ബയോളജിക്കൽ മോദിക്കൂട്ടങ്ങൾക്ക് രാജ്യസഭയിൽ നേടാനായി. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനായ തുഷാർ ഗാന്ധി ഇതിനെക്കുറിച്ച് പറഞ്ഞത് വഖഫ് ബിൽ കൊണ്ടുവന്നതിന്റെ ഏക കാരണം അംബാനിയുടെ പടുകൂറ്റൻ ബംഗ്ലാവായ ആന്റിലയെ സംരക്ഷിക്കുക എന്നതിനു വേണ്ടി മാത്രമാണ്. ബാക്കി ഇതിനെക്കുറിച്ച് പറഞ്ഞ കാരണങ്ങളെല്ലാം വെറും വിഡ്ഢിത്തരങ്ങളാണ് എന്നാണ്. വഖഫ് പ്രോപ്പർട്ടിയിലാണ് അംബാനിയുടെ പടുകൂറ്റൻ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മോദിക്കും കൂട്ടർക്കും ഒരു പ്രാധാന്യവും ഇല്ല. അംബാനിയെയും അദാനിയെയും എങ്ങനെയും വീണ്ടും വീണ്ടും പണക്കാരാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതുവഴി അവരുടെ അധികാരം സംരക്ഷിക്കുക. അല്ലെങ്കിൽ ലോകമെല്ലാം ഇത്ര വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന ഈ സമയത്ത് യാതൊരു കാര്യവുമില്ലാത്ത വഖഫ് ബില്ലിന് വേണ്ടി പാതിരാത്രി വരെ പാർലമെന്റിൽ സമയം ചെലവഴിക്കാൻ ഇവർ തയ്യാറാകുമോ? ഈ സമയത്ത് വിവേകമുള്ള രാജ്യങ്ങൾ എങ്ങനെ താരിഫിനെ തുടർന്നുള്ള പ്രതിസന്ധിയിൽ നിന്ന് കരകയറാമെന്ന് ചർച്ച ചെയ്യുന്നതിനും അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുമാണ് മുൻഗണന നൽകിയത്. എന്നാൽ മോദിക്കും കൂട്ടർക്കും രാജ്യവും രാജ്യത്തെ ജനങ്ങളും ഒരു പ്രാധാന്യവും ഉള്ളതല്ല എന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിച്ചിരിക്കുകയാണ്.